ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു എവിടേക്കാണ് പോണത് പറയും വാട്ടർ ഫെസ്റ്റ് കാണാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബേപ്പൂർ ഫെസ്റ്റിന് വാട്ടർ ഫെസ്റ്റിന് പോവുകയാണ്. ഞങ്ങൾ ജങ്കാറിലാണ്. ഇത് ലാസ്റ്റ് എന്താണ് ജങ്കാറാണ്. ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തും കാണിച്ചാൽ ഞങ്ങൾ ബേപ്പൂർ എത്താനായി കുറച്ചുള്ളൂ. അത് ലാസ്റ്റ് ജങ്കാറാണ്. ശരിയാണ്. അയ്യോ അയ്യോ, എന്നാൽ ഞാൻ പോയി വണ്ടി എടുക്കട്ടെ. ഇവിടെ ഫുൾ പോലീസുകാരാണ്. ലാസ്റ്റ് ജങ്കാറാണ്. ഇനി ആരും ഇങ്ങോട്ട് കടത്തി വിടില്ല എന്നാ പറയുന്നത്. അപ്പോൾ ഇനി വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. 1 മണി വരെ. അമ്മേ, അടുത്തത് ലിൻഷാണ് ഗായ്സ്. ഒരാൾക്ക് 20 ആണ് ഗായ്സ്. എല്ലാവരും ഇവിടെ വന്ന് ട്രൈ എനിക്ക് പേടിയാ. എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. അതാ അടുത്തത് തലയിലാണ്. ഒന്നും ചെയ്യില്ല പാവാണ്. പക്ഷെ എനിക്ക് പേടിയാ. ഇനി അടുത്തത് അഫിയാണ്. ഇജ്ജ് പോവില്ല? പേടിക്കൊന്നും വേണ്ട അഫി. എനിക്ക് പേടിയാ. പേടിക്കണ്ട അഫി. ഓൾ ദി ബെസ്റ്റ്. ഓടരുതിട്ടാ വീണോ. അങ്ങനെ ഞങ്ങൾ വാട്ടർ ഫെസ്റ്റിന്റെ ആ സ്പോട്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ 26 മുതൽ 29 വരെയാണ്. എല്ലാവരും വരണം. പരിപാടിയൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഗൈസ് എൻട്രി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. ബോട്ട് കയറുന്ന ഒരു ലെവലിൽ എത്തിക്കണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ്. ഞങ്ങൾ കുറച്ച് കരഞ്ഞിട്ട് വരാം. ആ കാക്കയ്ക്ക് ഞാൻ കരയുന്നത് കാണണല്ലേ. ആണോ? അങ്ങനെ ഫസ്റ്റ് ടൈം കയറുകയാണ്. ഈശ്വരാ കാത്തോണേ പറഞ്ഞ അങ്ങോട്ട് കയറാൻ വെക്ക്. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ സ്പീഡ് ബോട്ട് കയറാൻ പോവുകയാണ്. കയറി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നൈസാണ്ടോ നൈസാണ്ടോ ആ വെള്ളം തെറിക്കണ. അപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് ആണ്. എന്താ എപ്പടി இந்த ട്രിപ്പ് അടിപൊളിയാണ്. ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞൊക്കെ പോണുണ്ട്. അവിടെ പോണ്ട. ഞങ്ങൾ എത്തി ഗായ്സ്. പറയും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സ്പീഡ് ബോട്ട് ട്രിപ്പ്. എല്ലാവരും വരുമ്പോ കയറണം കേട്ടോ. നല്ല രസമുണ്ട്. ആ നിങ്ങൾ ഇല്ലോണ്ടാണിത് സെറ്റായത്. അല്ലാതെ ഞങ്ങള് സത്യമായിട്ട് ഗൈസ് ഞങ്ങൾ സ്പീഡ് ബോട്ട് കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല മുളച്ച് തിരിച്ച് കിളിയൊക്കെ പോയി. അടിപൊളി. ഇടയ്ക്ക് ഓരങ്ങോട്ട് ഇടും അങ്ങോട്ട് ഇടും. നൈസാണ്. ചെവിക്ക് കാറ്റ് കയറിയിട്ട് എന്തോ പോലെ. ആൾക്ക് ടിക്കറ്റ് വരുന്നത് 200 ആണ്. 200 പെർ ഹെഡാണ്. നല്ലൊരു എക്സ്പീരിയൻസ് അതിനെക്കൊണ്ട് എന്തായാലും കയറണം. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറയാം. ഇവിടെ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ട്. അതെന്താന്നൊക്കെ നമുക്ക് പോയി നോക്കാം. എന്താ ഇതിൽ
ഉണ്ട്, അപ്പം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് അവിടെ പോയി വരാം. ഫുഡ് ഫെസ്റ്റ്. പിന്നല്ലാണ്ട് ഉച്ച നേരത്ത് ഫുഡില്ലാത്ത ഭയങ്കര മോശമായ കാര്യമാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനാണ്, പക്ഷെ കുറച്ച് സ്റ്റോളൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. ലഘു ബജി ഉണ്ട്. കം ഓൺ ഗൈസ്, ഫുഡ് ഫെസ്റ്റ് ഒരുപാട് സ്ഥലത്തുണ്ട്, പക്ഷേ ഇതൊന്നും ഓപ്പൺ ആയില്ല. ഈവനിങ്ങിലാവും ഓപ്പൺ ആവുക. ബിരിയാണി വാങ്ങി. വെള്ളം വേണ്ട. ഞങ്ങൾ സിദ്ധാർത്ഥ് മേനോൻ്റെ പാട്ടൊക്കെ കേട്ട് സൗണ്ട് ചെക്കിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. ഇനി നൈറ്റ് വരും. സിദ്ധാർത്ഥ് മേനോനും നിത്യ മാമൻ സിംഗേഴ്സും ആണ് കേട്ടോ വന്നത്. എല്ലാ 29th വരെ ഓരോരുത്തരും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു മത്സരം നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫിഷിനെ ഏത് മത്സരാർത്ഥിയാണ് പിടിക്കുന്നത്. അവർക്ക് എത്ര ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. എല്ലാവരും അത് നോക്കി നിൽക്കാണ് ഗൈസ്. ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയിട്ട് ഓരോ സ്റ്റേജ് മത്സരമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫിഷിംഗ് ആണ്. ഞാൻ നല്ല പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇനി എന്താ നടക്കാൻ പോണ ഇവിടെ? അത് റാഫ്റ്റിങ്ങിന്റെ ട്രയൽ എന്നാ പറഞ്ഞത്. കണ്ടോ ഓരോ ട്രയൽ എടുത്തിട്ട് നമുക്ക് നോക്കാം. റാഫ്റ്റിംഗ് പറഞ്ഞാൽ കയാക്കിങ്ങിന്റെ വേറൊരു സംഭവം. കയാക്കിങ് എത്ര ആൾക്കാരാ? 2 or 3 അങ്ങനെ എന്തോ അല്ലേ? എല്ലാം നമ്മളെ സഹായിക്കാൻ. ഞങ്ങൾ വീണ്ടും സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ബേപ്പൂർ ഒരുവിധം കണ്ടിങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും. ജങ്കാറിൽ പോയി വരാം. ഞങ്ങൾക്ക് 10 രൂപയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കണ്ടുവരാം. അവിടെ എന്തൊക്കെയാണെന്നൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ ഇതൊക്കെ തന്നെ പരിപാടി നല്ലോണം തുടങ്ങാനാവുന്നുള്ളൂ. ഞങ്ങൾ ചാലിയത്ത് എത്താനായി. ഞങ്ങൾ ഫുൾ ജങ്കാറിലാണ്. ഞാൻ ഫുൾ ഇതാണ് ചാനലിന്റെ മെയിൻ. അതാണ് ഫസ്റ്റ് നമുക്ക് കാലെത്തിയാലോ. ചീത്തിട്ട് ഗൈസ് ഞമ്മക്കല്ല. അതെ ഞങ്ങൾക്കല്ല. അവിടെ കണ്ട അവിടെ ഇത്രയും ക്രൗഡ്. അതിനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനില്ല ആൾക്കാരൊക്കെ. അവിടെ നിന്നാണ് ആൾക്കാർ ഇങ്ങോട്ട് കൂടുതൽ. ഇവിടുന്ന് ആരും ഇല്ല. വെയിലാണ് ഗൈസ്. നോക്കാനും കൂടെ പറ്റുന്നില്ല. നോക്കുന്നുണ്ടോ? എവിടെ നമ്മള് ലിൻസ്? എവിടെ അങ്ങനെ പോച്ച് എന്താ അവിടെ ഒറ്റക്കൊരു പണി? ഗൈസ് ഇവിടെ നല്ല വെയിലാണ്. ഇത്രയും നേരം ഞാൻ തട്ടിട്ടിട്ടാണ് നടന്നത്. പക്ഷെ എല്ലാരും എന്നെ നോക്കണോണ്ട് ആ തട്ട ഞാൻ ഊരി. അറ്റത്തെത്തണം നമ്മള്. ബേപ്പൂരാട്ടോ ഒടുക്കത്തെ തിരക്കാ. എന്ത് തിരക്കാന്നറിയോ? വാട്ടർ ഫെസ്റ്റിനെ പറ്റി ജെന്യുവൻ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്ത് വരണ്ട. നൈറ്റ് അടിപൊളിയാവും, പക്ഷെ രാവിലെ മെയിനായിട്ട് ചെറിയ ചെറിയ പരിപാടിയാണ്. ഫുഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട്. ഫുഡ് ഫെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം വരണം എന്നില്ലവർക്ക് എന്തായാലും വരാം. എൻ്റെ ഐസ്ക്രീമൊക്കെ. ചാലിയം ബീച്ച് ഇവിടെ ആൾക്കാരേ ഇല്ല കേട്ടോ. ബേപ്പൂരൊക്കെ ആൾക്കാർ എത്രമാരിയാണ്. ഇവിടെ തീരെ ഇല്ല. അപ്പുറം കാണുന്നതാണ് ബേപ്പൂര്. ഇനി ഞങ്ങൾ ജങ്കാറ് വഴി ഇനി ഞങ്ങൾ പിന്നെയും അങ്ങോട്ട് പോകും. ചിക്കൻ ടിക്ക ട്രൈ ചെയ്യാണ്. എടുത്തോളൂ ഗൈസ്. നല്ല ചൂടുണ്ടാവും. ഞങ്ങൾ പിന്നെയും ബേപ്പൂരിക്ക് പോവുകയാണ്. നല്ലൊരു സൺസെറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇളകുന്നുണ്ടല്ലേ. ഗൈസ് ഞങ്ങൾ നേരത്തെ വന്നപ്പോഴും ഇപ്പോഴും വലിയ തിരക്ക് നോക്കിയാണ്. ആൾക്കാരും ഫുഡ് ഫെസ്റ്റിന്റെ അവിടെയൊക്കെ ഫുൾ ആൾക്കാരാണ്. ഒരു സൂര്യനെ കണ്ടിട്ടില്ല. കളിയാണ് അവിടെ. നേവിക്കാരെ ബാൻഡാണ്. സ്റ്റെപ്പടി തിരിച്ച ബീച്ചിന്റെ വ്യൂ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഫുൾ തിരക്കാണ് ഇവിടെ. ഇന്ന് ലാസ്റ്റ് സർബത്തോട് കൂടെ ഞങ്ങളെ ഫുഡടി ബീച്ചിൽ നിന്ന് അവസാനിപ്പിക്കുക. ഇനി അടുത്ത ഞങ്ങൾ ഷഹാനേന്റെ വീട്ടിലാണ് ഗൈസ് പോകുന്നത്. ഇന്ന് ഷഹാനേന്റെ കൂടെ ഞങ്ങൾ സ്റ്റേ ആണ്. ഞങ്ങൾ അവിടേക്കൊക്കെ പോകാൻ പ്ലാൻ ഇട്ട് സെറ്റ് ആക്കി നിന്ന്
പിറ്റേ ദിവസം തന്നെ കൊറോണ വന്ന് ഇവിടേക്ക് നിൽക്കാം അവിടെ കാണുന്നില്ല. നിപ്പ വന്ന് അത് എവിടെയാണെന്നറിയാം അടച്ചത്. ഇവളെ വീടില്ല സ്ഥലത്ത് അടച്ച്. അങ്ങനെ ഞങ്ങളെ പോക്കൊക്കെ ക്യാൻസലായി. അങ്ങനെ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഇപ്രാവശ്യം ഞാൻ എന്നോട് സ്നേഹമാണ് ആൾക്കാരെ കൂടി നിന്നുകൊണ്ട് കാണും. അങ്ങനെ ഞങ്ങൾ പോവാണ് കായ്. പിന്നെ കാണാം രാവിലെയൊക്കെ ഇതിന്റെ സാധാ കളർ ഇപ്പോഴൊക്കെ ലൈറ്റ് ഒക്കെ കത്താൻ തുടങ്ങി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഷഹാനേൻ്റെ കൂടെ എത്തി. ഷഹാനേൻ്റെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഷഹാന ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കസ്റ്റാർഡാണ്. അതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ടൊന്നുമല്ല, സുഖത്തിൽ അരിയാണ്. കഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. എന്താ ഇപ്പം ആപ്പിൾ ഇങ്ങനെ അരിയാൻ പണി അല്ലേ? ഞങ്ങൾക്ക് നിഞ്ചാകൊരു ആപ്പിളുള്ളൂ ഇവിടെ. അങ്ങനെ ആപ്പിളിനല്ല ഞാൻ വിശന്നിരിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ ഗൈസ്. ഇവരാരും ഇപ്പൊ വേണ്ട പറഞ്ഞിട്ടോ പറഞ്ഞിട്ട് ഗൈസ് നെക്സ്റ്റ് ആപ്പിൾ എടുത്ത് കുട്ടി കഷ്ടപ്പെടുക, പണിയെടുക്കട്ടെ. അങ്ങനെയെങ്കിലും ഇത്തിരി പണിയെടുക്കട്ടെ. ബിരിയാണിയൊക്കെ പാവ ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അത് അത്രേ ഉള്ളു. അത് നമുക്ക് ഞാൻ എന്താന്ന് വെച്ചാ ഉണ്ടാക്കി തരും. എന്താണ് ആപ്പിൾ ഇടുന്ന ചേച്ചി കാണിച്ചില്ലല്ലോ. ക്യാരറ്റോ ഉണ്ടാവില്ലേ? ഇതാ അതിലോട്ട് കസ്റ്റാർഡിലോട്ട് ഇടാൻ വേണ്ടി നെക്സ്റ്റ് ഷഹാന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാണ്. അത്ര പാവുന്നല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് മിക്സിംഗ് ആണ്. എല്ലാരും ഉണ്ടാക്കി നോക്കണേ. ഷഹാനേന്റെ റെസിപ്പിയാണ്. ഷഹാനേന്റെ ഒന്നല്ല, ഓളെ ആരോ കോപ്പി അടിച്ചതാ. കഷ്ടപ്പെട്ട് ഓള് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയതാ. ഇതിന് ഫ്രിഡ്ജിലേക്കും എല്ലാവരോടത്തെയും പോലെ തന്നെ ബൂസ്റ്റിന്റെ പാത്രത്തില് എല്ലാതും കൊണ്ട് വെച്ച്. പഴം വേണോ? വേണ്ടത് വരുന്നുണ്ട്. അല്ല അച്ചാറൊന്നും അമ്മേ സീന്. എന്നാ ഞാൻ ഇരുന്നങ്ങോട്ട് കഴിക്കില്ല. എനിക്ക് ലെഗ് പീസ് വേണം. അജി തിന്നണ്ട. ഫസ്റ്റ് ഞാൻ ലെഗ് തന്നെയാണ് തോന്നുന്നത്. വേറെ എന്തോ ആണ്. വിങ്ങില്ലല്ലോ. അത് മതി. കിട്ടുണ്ടാക്കിയേ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചാറ്. വേറെ ആർക്കും കൊടുക്കണ്ട. അവർക്കൊക്കെ ചമ്മന്തി മതി. ഈ പാത്രമൊക്കെ കണ്ടില്ലേ? എന്ത് സ്വഭാവമാണ്. ജാറോടിക്ക് എടുത്ത് തരിക. കഴുകിയൊക്കെ മടിയാണോ അവരെ? ബിരിയാണി കോഴി പൊരിച്ചതുണ്ട്. സാധാ എന്താണ് ബിരിയാണിയിലുള്ള ചിക്കൻ ഉണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്. ഇനി എല്ലാവരും തിന്നണ തിരക്കിലാണ്. നമുക്ക് കസ്റ്റാർഡ് ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചു വെച്ചിട്ടപ്പോൾ ഗൈസ് ഞാൻ വിചാരിച്ച് എനിക്കിങ്ങനെ ക്യാരറ്റ് ഇടുന്ന ഇഷ്ടമല്ല. പക്ഷേ അത് ഇട്ടെന്ന് അറിയണം കൂടെ ഇല്ല. വേറെ എന്തോ ഫ്രൂട്ട് ഇട്ട പോലെ. ഇന്ത്യയിൽ ഉണ്ടായിട്ട് കൊടുത്ത് തിന്നാൻ എനിക്ക് ഉളുപ്പുണ്ടഫിയെ. എന്ത് സ്വഭാവമാണ് പറഞ്ഞാലും സാധനം നൈസാണ് കേട്ടോ. ഷാന എനിക്കൊരു സ്റ്റാളിട്ടൂടെ ഇനി ബേപ്പൂര് ഞങ്ങളെ നിൽക്കുവേനി. ഇമ്മക്കൊരു പൊളിക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയത് പറയാണ്. ഓളായോണ്ട് പറയുന്നില്ല. നല്ല രസമുണ്ട്. ഞങ്ങളുടെ ഷഹാനയുടെ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ ഫാനായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും കണ്ടോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് തിരുവിട വാങ്ങാൻ വന്നതാണ്. ബിരിയാണിയൊക്കെ തിന്നതല്ല. അപ്പം എനിക്കൊരു
ഒരു ഇതില്ലേനി, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇല്ലത് പറയാലോ, ഓവർ മധുരവും ഇല്ല, നല്ലൊരു രസം. അങ്ങനെ പൊങ്ങി പൊങ്ങി അങ്ങോട്ട് കേറണ്ട കേട്ടോ, ഇല്ലത് ഞാൻ പറയാ. ഇതിലേതേ ഇന്റത് ഇതാണോ അങ്ങനെ ഗൈസ് ഞങ്ങൾ നിദ്രയിലോട്ട് മടങ്ങുകയാണ്. ഇനി ഞങ്ങൾ നിദ്രിച്ചിട്ട് വരാം. ഗുഡ് നൈറ്റ്. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് വേണം കേട്ടോ. ബെല്ലൈക്കൺ